വിശദമായ വാർത്തകളിലേക്ക്. എടപ്പാളിൽ CITU അക്രമം ഭയന്നോടിയ യുവാവ് കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവം. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. CCTV ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ 30 ആള് ഒരുത്തരം ഓടിക്കുന്നത് എടപ്പാൾ പട്ടാമ്പി റോഡിൽ ആശുപത്രിപ്പടിക്ക് സമീപം നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കിയതിനെ ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസം തൊഴിലാളികളും CITU യൂണിയൻകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. യൂണിയൻകാർ ആക്രമിക്കാൻ എത്തിയതാണെന്ന ധാരണയിൽ ഭയന്നോടിയ കൊല്ലം പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാന് കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റിരുന്നു. അക്രമത്തിൽ ഗുരുതര പരിക്ക് പറ്റിയ ഫയാസ് ഷാജഹാന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനോ മുഴുവൻ പ്രതികളെക്കുറിച്ച് അന്വേഷിക്കാനോ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും CPM സമ്മർദ്ദത്തിനു വഴങ്ങി പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളതെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച നേതാക്കൾ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കില്ല, ഞങ്ങളിവിടെ ഇരിക്കും. ഇതിനകത്ത് ഈ ഒരു കാര്യം കോംപ്രമൈസ് ഇല്ല സാറേ. നിങ്ങൾക്കൊരു മൂവ്മെന്റ് നിങ്ങൾക്ക് സൗകര്യം അറസ്റ്റ് ചെയ്യാതെയോ? ജില്ലാ പോലീസ് ചീഫ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പരിക്ക് പറ്റിയ ഫയാസ് ഷാജഹാന്റെ മൊഴി വീണ്ടും എടുക്കുമെന്നും മുഴുവൻ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്നുമുള്ള ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പേ എടപ്പാളിലെ ഒരു ബിൽഡിംഗിലെ ചുമടിറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കത്തിൽ വലിയ അക്രമമാണ് CITUയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫയാസ് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ ഗുരുതരമായിട്ട് കാലിന് പരിക്ക് പറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ ഒരു വിഷയത്തിൽ ചങ്ങരംകുളം പോലീസ് തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്ന CPMന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഞങ്ങളെയൊക്കെ ഞെട്ടിക്കുന്നത് ഇത്തരമൊരു ഗുരുതരമായിട്ടുള്ള ഒരു അക്രമം ഉണ്ടായതിനു ശേഷം ഒരു ചെറുപ്പക്കാരനെ 5 നില വരെ ഓടിച്ച് അവിടെ നിന്ന് അവസാനം താഴേക്ക് വീണ് മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റാവുന്ന സാഹചര്യത്തിൽ പോലും ഇതിൽ പ്രതികളായ ആളുകളെ കണ്ടെത്തുവാനോ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുവാനോ ചങ്ങരംകുളം പോലീസിന് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ ഗുരുതരമായിട്ടുള്ള അക്രമം നടന്നൊരു വിഷയത്തിൽ 4 പേർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. നോൺ ബെയിൽ ഒഫൻസ് ഇട്ട് കേസെടുക്കുന്നതിന് പകരം ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ജാമ്യം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയത്. നിഷ്പക്ഷമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കുത്തിയിരിപ്പ് സമരത്തിന് KPCC മെമ്പർ AM രോഹിത്, DCC ജനറൽ സെക്രട്ടറി EP രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C രവീന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ S സുധീർ, നെട്ടത്ത് അഷ്റഫ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി CR മനോഹരൻ, K രാജീവ് എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ് ചങ്ങരംകുളം. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.